നിയോഗതാലി. രചന, അവതരണം മിത്രവിന്ദ. നാരായണനോട് സംസാരിച്ചിട്ട് സജീവൻ അകത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് നിറ കണ്ണുകളുമായി ഭിത്തിയുടെ ഏതോ കോണിലേക്ക് ദൃഷ്ടി പായിച്ചു നിൽക്കുന്ന ശ്രീനന്ദയാണ്. അവളുടെ ആ നിൽപ്പ് കാണെ സജീവന് വല്ലാത്ത വിഷമം തോന്നി. മോളെ, ഈ വിവാഹം വേണോ? നീ നല്ലോണം ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത്? ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ആണെങ്കിൽ അമ്മാവൻ നിന്നെ ഹോസ്റ്റലിലേക്ക് എവിടേക്കെങ്കിലും മാറ്റാം. അല്ലാതെ ഇപ്പോ ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നിനക്കിപ്പോ വിവാഹം കഴിക്കാനുള്ള പ്രായം പോലും ആയിട്ടില്ല മോളെ. സാരമില്ല, ഞാനെല്ലാം തീരുമാനിച്ചതാണ്. ഇനി അമ്മാവൻ എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കിയാലും അതിന്റെ ചിലവ് അമ്മാവൻ തന്നെ വഹിക്കണ്ടേ? പിന്നെ അതേ ചൊല്ലി ഈ വീട്ടിൽ വീണ്ടും ഒരു തർക്കം ഉണ്ടാകും. എന്തിനാണ് നിങ്ങൾക്കിടയിൽ ഒരു വഴക്കിന് ഞാൻ കാരണമാവുന്നത്? അതിലും നല്ലത് ഞാൻ ഇവിടെ നിന്ന് എന്നേക്കുമായി പോകുന്നതല്ലേ. അമ്മാവൻ ദേവി, ഇത് എത്രയും പെട്ടെന്ന് അവർ പറഞ്ഞതുപോലെ എന്റെ വിവാഹം നടത്തണം. ബാക്കി എന്താ വരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ അനുഭവിച്ചോളാം. അത്രയും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ ധൃതിയിൽ അടുക്കളപ്പണികളിലേക്ക് കടന്നു. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു വാശിയോടെ അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്തു തീർത്തിട്ട് അവൾ തന്റെ മുറിയിലേക്ക് പോയി. രാവിലെ തന്നെ സിന്ധു വീടിന് തൊട്ടടുത്തുള്ള ഒരു ജോത്സ്യനെ കാണാനേ പോയി. ശ്രീനന്ദയുടെയും അഥർവിന്റെയും പേരും നാളും പറഞ്ഞ് എത്രയും പെട്ടെന്നുള്ള ഒരു മുഹൂർത്തം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വരുന്ന 7 ദിവസങ്ങൾക്കിപ്പുറമുള്ള ഒരു മുഹൂർത്തം ജോത്സ്യൻ അവർക്ക് കുറിച്ചു കൊടുത്തത്. അപ്പോൾ തന്നെ സിന്ധു നാരായണനെ വിളിച്ച് ആ കാര്യം പറഞ്ഞു. നാരായണൻ അതേപടി അത് ശ്രീനിലയത്തുകാരോടും പറഞ്ഞു. അഥർവ് ഓഫീസിലേക്ക് പോയിരുന്നു. ആ സമയം നാരായണന്റെ ഫോൺ വന്ന് വെച്ച ശേഷം അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഇരിക്കുവാണ് ഇന്ദിര. അവർ മാധവനോടും ആ കാര്യം പറഞ്ഞു. മാധവേട്ട, എന്തു പറ്റി? എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ ശ്രീനന്ദ. ആ, ശ്രീനന്ദയ്ക്ക് എന്തു പറ്റി? ശ്രീനന്ദയ്ക്കൊന്നും പറ്റിയതല്ല. ആ കുട്ടിയുടെ അമ്മായി ഏതോ ജോത്സ്യനെ പോയി കണ്ടു. വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിപ്പിച്ചു. വരുന്ന 7 ദിവസത്തിനുള്ളിൽ വിവാഹം നടത്തണമെന്ന് അയാൾ പറഞ്ഞത്രേ. 7 ദിവസമോ? 7 ദിവസമെന്ന് പറഞ്ഞാൽ അഥർവ് സമ്മതിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നേ. വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചെങ്കിൽ പോലും ഇത്രയും പെട്ടെന്നൊരു വിവാഹം, അതൊക്കെ അവൻ ഉൾക്കൊള്ളാൻ കഴിയുമോ? തന്റെ വർത്താനം കേട്ടാൽ തോന്നും അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇപ്പൊ അവന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. മാധവേട്ടൻ എന്നെ കുറ്റപ്പെടുത്തുവാണോ? എപ്പോഴെങ്കിലും അവനൊരു കൂട്ട് വേണം. എന്റെ കണ്ണടയും മുന്നേ അവന്റെ ജീവിതത്തിലേക്ക് അവന് മാത്രമായി ഒരാൾ വേണം. ഇപ്പൊ അവന് തോന്നും മോനുണ്ടല്ലോ എന്ന്, മോൻ മതിയെന്നൊക്കെ. പക്ഷേ മോൻ കുറച്ചുകൂടി വലുതായി അവന്റെ കാര്യങ്ങൾ നോക്കി അവൻ പോയി കഴിയുമ്പോൾ നമ്മളുടെയും കാലം കഴിയും. ആ സമയം അഥർവ് ഒരു കൂട്ടിനായി ആഗ്രഹിക്കും. അതിലും എത്രയോ നല്ലതാണിത്. എന്തായാലും എന്റെ മോന് മോശം വരുത്തുന്നതൊന്നും ഞാൻ ചെയ്യില്ലല്ലോ. എടോ, താനിങ്ങനെ ചൂടാകാതെ. താൻ ചൂടാകാൻ വേണ്ടി പറഞ്ഞതല്ല ഞാന്. ഞാൻ പെട്ടെന്ന് വായിൽ വന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മാധവനാ പറഞ്ഞതിന് ഒന്ന് അമർത്തി മൂളുക മാത്രമേ ഇന്ദിര ചെയ്തുള്ളൂ. അപ്പോ തന്റെ തീരുമാനം എന്താണ്? അഥർവിനോട് കാര്യങ്ങൾ പറയണം. ഇന്ദിര ആലോചനയോടെ ഇരുന്നു. താനെങ്കിൽ വിളിക്കവനെ, വിളിച്ച് കാര്യങ്ങൾ പറ. ഞാൻ വിളിക്കാനോ? ഞാൻ വിളിച്ച അവന്റെ ദേഷ്യം കൂടത്തേയുള്ളൂ. മാധവേട്ടൻ തന്നെ പറയവനോട്. എടോ, ഞാൻ എങ്ങനെ പറയാനാ? അതൊന്നും എനിക്കറിയില്ല. മാധവേട്ടൻ പറഞ്ഞേ പറ്റൂ. ഈ കാര്യങ്ങളൊക്കെ ഇത്രത്തോളം എത്തിച്ചത് താനല്ലേ. താൻ തന്നെ വിളിക്ക്. തന്നോടാവുമ്പോ അവനധികം ദേഷ്യപ്പെടില്ല. അതൊക്കെ മാധവേട്ടന്റെ വെറും തോന്നലാ. ഈ വിവാഹക്കാര്യം പറയുമ്പോ അവനിപ്പോ ആളും തരവും നോക്കുന്ന പ്രകൃതമൊന്നുമല്ല. ആരോടാണെങ്കിലും അവൻ ദേഷ്യപ്പെടും എന്ന് കരുതി ഇതിപ്പോ പറയാതിരിക്കാൻ ഒക്കുവോ? മാധവൻ ചോദിച്ചപ്പോ ഇന്ദിരയ്ക്ക് മറുപടിയില്ലാതായി. ഒടുക്കം അവർ ഫോണെടുത്ത് അഥർവിനെ കോൾ ചെയ്തു. 2-3 ബെല്ലടിച്ച ശേഷമാണ് അവൻ കോൾ എടുത്തത്. എന്താമ്മേ, എന്തു പറ്റി? എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? പതിവില്ലാതെ ആ സമയം ഇന്ദിരയുടെ കോൾ അവനെ തേടി എത്തിയതുകൊണ്ട് അഥർവ് ആകുലതയോടെ ചോദിച്ചു. ഇല്ല മോനെ, അമ്മ വെറുതെ വിളിച്ചതാ. വെറുതെയൊന്നും അമ്മ വിളിക്കാറില്ലല്ലോ. എന്താ അമ്മേ കാര്യം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ വീട്ടിലേക്ക് വരണോ? അഥർവിന് പിന്നെയും ആശങ്കയാണ്.
അല്ല മോനെ, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാ ചിലപ്പോ നിനക്ക് ദേഷ്യം വരും. എങ്കിലും അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്നോട് സംസാരിക്കാൻ അമ്മയ്ക്ക് എന്തിനാണ് ഇത്രയും മുഖവുര? അമ്മ കാര്യം പറയൂ. മോനെ, ഇന്നലെ ഞങ്ങൾ ഒരു വിവാഹത്തിന്റെ കാര്യത്തെപ്പറ്റി നിന്നോട് പറഞ്ഞിരുന്നില്ലേ? അത് കേട്ടത് അഥർവിന്റെ മുഖത്തെ സന്തോഷം പാടേ മാഞ്ഞു. പകരം ഗൗരവം അവിടെ സ്ഥാനം പിടിച്ചു. എങ്കിലും ഇന്ദിരയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി അവൻ മൂളി. ആ കുട്ടിയുടെ വീട്ടുകാർ വിളിച്ചിരുന്നു. അവർക്ക് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന്. അവർ ഇന്നൊരു മുഹൂർത്തം നോക്കാൻ പോയി. വരുന്ന 7-ാമത്തെ ദിവസം നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന്. അതിന് ഞാനിപ്പോ എന്തു ചെയ്യാനാണമ്മേ? അതല്ല, നിന്നോടൊരു അഭിപ്രായം ചോദിച്ചതാണ് ഞാൻ. ആ മുഹൂർത്തം തന്നെ ഞങ്ങൾ തീരുമാനിക്കട്ടെ. നിന്റെ അഭിപ്രായം എന്താ? എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടാണോ എന്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടന്നത്? അഥർവിന്റെ ആ ചോദ്യത്തിന് ഇന്ദിരയ്ക്ക് ഉത്തരമില്ലാതായിപ്പോയി. മോനെ, ഇന്ദിര ദയനീയതയോടെ അവനെ വിളിച്ചു. അമ്മ വിളിച്ച് അവരോട് പറഞ്ഞു നമുക്ക് സമ്മതമാണെന്ന്. അഥർവ് പറഞ്ഞതും ഇന്ദിരയുടെ മുഖം തെളിഞ്ഞു. പക്ഷെ അഥർവിന്റെ മുഖം അപ്പോഴും കല്ലിച്ചു തന്നെയിരുന്നു. വേറൊന്നുമില്ലല്ലോ അമ്മ? അവൻ എടുത്തു ചോദിച്ചു. ഇല്ല മോനെ. അതും പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വെച്ചു. ഇന്ദിര സന്തോഷത്തോടെ മാധവനെ നോക്കി. അവൻ സമ്മതാണെന്ന് പറഞ്ഞു. ഇത് പെട്ടെന്ന് തന്നെ കുട്ടിയുടെ അമ്മായിയെ വിളിച്ച് പറയട്ടെ. ആ, താൻ പറയേ. ഇനിയിപ്പോ അധികം വൈകിപ്പിക്കണ്ടല്ലോ. മാധവൻ കൂടി അത് പറഞ്ഞതോടെ ഇന്ദിര വേഗം തന്നെ നാരായണന്റെ കയ്യിൽ നിന്നും സിന്ധുവിന്റെ നമ്പർ വാങ്ങി. സിന്ധുവിനെ വിളിച്ചു. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നുള്ള കോളായതുകൊണ്ട് ആദ്യം ഒന്ന് എടുക്കണമെന്ന് അവർ ശങ്കിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് ഫോൺ എടുത്തു. ഹലോ, സിന്ധു അല്ലേ ഇത്? അതെ. ഇതാരാ സംസാരിക്കുന്നേ? മറുഭാഗത്തു നിന്നും കേട്ട പരിചയമില്ലാത്ത ശബ്ദത്തിൽ സിന്ധു തിരികെ ചോദിച്ചു. ഞാനെന്ന് അവിടുത്തെ ശ്രീനന്ദയെ പെണ്ണു കാണാൻ വന്നിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ആ, അതിപ്പോ കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. ഇത്ര പെട്ടെന്ന് മറക്കാൻ എനിക്ക് മറവി രോഗമൊന്നുമില്ല. എടുത്തടിച്ചതുപോലെ സിന്ധു പറഞ്ഞപ്പോൾ ഇന്ദിരയുടെ മുഖം ചുളുങ്ങി. ഇവരെന്ത് സ്ത്രീയാണെന്ന് ഇന്ദിര മനസ്സിലോർത്തു. അതല്ല, നിങ്ങൾ ഇന്നൊരു മുഹൂർത്തം ബ്രോക്കറോട് പറഞ്ഞിരുന്നില്ല? 7 ദിവസങ്ങൾക്ക് ശേഷമുള്ള ആ മുഹൂർത്തത്തിൽ വിവാഹം നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ് കേട്ടോ. അത് പറയാൻ വിളിച്ചതായിരുന്നു. ശരി, വേറെന്തെങ്കിലും ഉണ്ടോ? പിന്നൊരു കാര്യം, വിവാഹമൊക്കെ നടത്തുന്ന കൊള്ളാം. അവൾക്ക് പ്രായം തീരെ കുറവാ. നിങ്ങളുടെ മകന് നല്ല പ്രായവും ഉണ്ട്. അതുകൊണ്ട് കാര്യം കഴിഞ്ഞ് അവളെ ഇവിടെ കൊണ്ടാക്കാന്നെന്തെങ്കിലും ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കൈവച്ചാ മതി. സിന്ധു അങ്ങനെ പറഞ്ഞത് ഇന്ദിര വല്ലാതായിപ്പോയി. ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ? അവർ സ്വയം ഓർത്തുപോയി. ഈശ്വര, ഇങ്ങനൊരു സ്ത്രീക്കൊപ്പം 5 വയസ്സു മുതൽ ജീവിച്ച ആ കുട്ടിയെ അവർക്ക് വല്ലാത്ത വിഷമം തോന്നിപ്പോയി. എന്തൊക്കെ സഹിച്ചിട്ടുണ്ടാവും ഈ നാൾ വരെ ആ പെൺകുട്ടി? അതോർക്കവേ ഇന്ദിരയ്ക്ക് കണ്ണിൽ നനവ് പടർന്നു. ശ്രീനന്ദ അവിടെ ഉണ്ടോ? അല്പം മടിച്ചാണെങ്കിലും സിന്ധുവിനോട് ഇന്ദിര ചോദിച്ചു. ഇല്ല, അവൾ പഠിക്കാൻ പോയിരിക്കുക. പിന്നൊരു കാര്യം, കല്യാണം കഴിഞ്ഞ് അവളെ പഠിക്കാൻ വിടണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. ഞങ്ങൾ അതിലൊന്നും നിർബന്ധം പറയില്ല. നിങ്ങൾ വിട്ടാലും വിട്ടില്ലെങ്കിലും അതൊന്നും ഞങ്ങളെ സമ്മതിക്കുന്ന കാര്യവുമല്ല, സിന്ധു പറഞ്ഞു. അന്നേരം കൊണ്ട് തന്നെ സിന്ധുവിന്റെ ക്യാരക്ടർ ഏകദേശം മനസ്സിലായതുകൊണ്ട് ഇന്ദിരയ്ക്കതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാനത് ബ്രോക്കറിനോട് പറഞ്ഞിരുന്നു. സ്ത്രീധനമായിട്ട് 1 രൂപ പോലും തരാൻ ഇവിടൊന്നുമില്ല. പിന്നെ സ്വർണം, ആ പെണ്ണിന്റെ ദേഹത്ത് ഒരു തരി സ്വർണം പോലും ഇല്ല. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും തന്നുവിടാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞതല്ലേ, സ്ത്രീധനമായിട്ട് പൊന്നോ പണോ ഒന്നും വേണ്ടെന്ന്. ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പോഴും. ശ്രീനിലയങ്കാർക്ക് വാക്കൊന്നേയുള്ളൂ. ആ, അങ്ങനായ നിങ്ങൾക്ക് തന്നെ കൊള്ളാം, സിന്ധു ധാർഷ്ട്യത്തോടെ പറഞ്ഞതും ഇന്ദിര ഫോൺ കട്ട് ചെയ്തു. അതേ ദേഷ്യത്തിൽ തന്നെയാണ് അവർ മാധവന്റെ അടുത്തേക്ക് വന്നത്. എന്തുപറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? മാധവൻ ഇന്ദിരയോട് ചോദിച്ചു. ഞാൻ ആ കുട്ടിയുടെ അമ്മായിയെ വിളിച്ചിരുന്നു. എന്തൊരു സ്ത്രീയാണവർ! എന്ത് അഹങ്കാരത്തോടെയാണ് അവർ സംസാരിക്കുന്നത്! അതുമാത്രമോ, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എടുത്തടിച്ചാ പറയുന്നത്. ആ കുട്ടി എങ്ങനെ ജീവിച്ചോ എന്തോ? ഓർക്കുമ്പോ തന്നെ എനിക്ക്
എന്തൊക്കെയോ വല്ലായ്മ തോന്നുന്നു. എന്തായാലും നമ്മൾ എടുത്തതൊരു റൈറ്റ് ഡിസിഷൻ തന്നെയാണ് മാധവേട്ട. അതുപോലെ ഒരു നരകത്തിൽ നിന്ന് ആ കുട്ടിയെ പുറത്തു കൊണ്ടുവരാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ തന്നെ ഈ ജന്മത്തിൽ ആ കുട്ടിയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ഇന്ദിര നിർത്താതെ പറയുകയാണ്. മാധവൻ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് തല കുലുക്കിയിരുന്നു. പതിവ് പോലെ സ്കൂളും കഴിഞ്ഞ് വരികയായിരുന്നു ശ്രീനന്ദ. വാതിൽക്ക് തന്നെ സിന്ധു ഉണ്ട്. അവരുടെ കയ്യിലെ മുറത്തിൽ പഴുത്ത മാങ്ങകൾ. സാക്ഷിക്കും സംഗീതയ്ക്കും പഴുത്ത മാങ്ങ വലിയ ഇഷ്ടമാണ്. അവർ അത് ചെത്തി കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുവാണ്. ശ്രീനന്ദ അവരെ കടന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങിയതും സിന്ധു അവളെ വിളിച്ചു. ഡി, ഒന്ന് നിന്നേ നീ. ഞാനിന്ന് പോയി ആ ജോൾസിനെ കണ്ടിരുന്നു. 7 ദിവസം കഴിഞ്ഞ് നിന്റെ കല്യാണമാണ്. ജോൾസൻ മുഹൂർത്തമൊക്കെ കുറിപ്പിച്ചു തന്നു. എപ്പോഴാണെങ്കിലും ഇതൊക്കെ പ്രതീക്ഷിച്ചു തന്നെ നിന്നതുകൊണ്ട് ശ്രീനന്ദയ്ക്ക് കാര്യമായി ഞെട്ടലൊന്നും തോന്നിയില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ അകത്തേക്ക് കയറിപ്പോയി. ദിവസങ്ങൾ ഓരോന്നും ഇല കൊഴിയുന്ന വേഗത്തിൽ കടന്നുപോയി. ഇനി ഒരേയൊരു ദിവസം കൂടിയുള്ളൂ വിവാഹത്തിന്. തുടരും.